ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്യാം. അതായത് മിററിൽ ബട്ടൺ ഹോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു മിറർ എടുത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. മിറർ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം വേണം നമ്മൾ തുന്നി കൊടുക്കാനായിട്ട്. കാരണം ഇതിൽ മിറർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി നീങ്ങും. അപ്പോൾ അടിയിൽ പശ വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണത്, ഒട്ടിച്ചേക്കണത്. അപ്പോൾ ആ പശ നമ്മുടെ കയ്യെ കൂടെയൊക്കെ ആകും. അപ്പോൾ നന്നായിട്ട് മിറർ ഒട്ടിയതിന് ശേഷം വേണം നമ്മൾ തുന്നി കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം മിറർ ഒട്ടിച്ചു, അതിനുശേഷം ഇതുപോലെ നമ്മുടെ ബേസിക് സ്റ്റിച്ച് ഒന്ന് നമ്മൾ തുന്നി കൊടുക്കണം. കാരണം ഇത് മിററിനെ നമ്മൾ ഇതിനകത്ത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചാണ്. പിന്നെ ഇതിനകത്ത് നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഷേപ്പുകളും തുന്നിയെടുക്കുന്നത്. പിന്നെ എല്ലാ സ്റ്റിച്ചിലും ഇതുപോലെ നമ്മൾ ബേസിക് തുന്നുന്നില്ല കേട്ടോ. ബേസിക് തുന്നാത്ത ചില സ്റ്റിച്ചുകളും ഉണ്ട്. നമ്മൾ മിറർ വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചൊക്കെ തുന്നുമ്പോൾ നമ്മൾ ഈ ബേസിക് തുന്നി കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ രണ്ട് ലൈൻ താഴേക്കും പിന്നെ നീളത്തിലും വട്ടത്തിലും തുന്നി അതിനുശേഷം കോണായിട്ടും നമ്മൾ തുന്നിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബേസിക്കൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ആളുകൾ, പിന്നെ ലൈക്ക് ചെയ്യാതെയും ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമ്മൾ തുന്നി കഴിഞ്ഞു, അതിന് ബേസിക് തുന്നി കഴിഞ്ഞു. അതിനുശേഷം താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ സൂചി കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തേക്കണതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ സൂചി അകത്തേക്ക് കയറ്റി അതിനുശേഷം ഇതുപോലെ പുറത്തേക്ക് വലിച്ചെടുത്തു. ഫസ്റ്റ് നമ്മളൊരു കെട്ട് അടിട്ട് ഇനി നമ്മളൊരു ബാക്ക് സ്റ്റിച്ച് തുന്നണം. ശ്രദ്ധിച്ച് വേണം തുന്നാൻ. നൂല് കെട്ടുപിടിക്കും, കാരണം ഒത്തിരി നീളത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് കെട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതുപോലെ വീണ്ടും തുന്നി ഇതുപോലെ വലിച്ചു കൊടുക്കുമ്പോൾ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മളൊരു ബാക്ക് സ്റ്റിച്ചാണ് തുന്നുന്നത്. ഇതിന് റൗണ്ട് ചെയ്ത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് തുന്നി കൊടുക്കണം കേട്ടോ. അതിനുശേഷമാണ് ബട്ടൺ ഹോൾ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ബാക്ക് സ്റ്റിച്ച് തുന്നി. ഇനി അതിനുശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്ത് നൂലിട്ട് കെട്ടിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുമ്പോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചായി. അപ്പോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഈസിയാണ്, നല്ല പെർഫെക്ഷനുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. നമുക്ക് ഇത് തുന്നിയതിന് ശേഷം ഇതിൻ്റെ പുറത്തോടെ ലേസി ഡേസിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലവറൊക്കെ തുന്നി ഇതിന് നല്ല മനോഹരമായിട്ടുള്ള സ്റ്റിച്ചാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഇതുപോലെ തന്നെ പ്ലെയിനായിട്ട് വേണമെങ്കിൽ തുന്നാം, അല്ലാതെ ഇതിൻ്റെ കൂടെ വേറെ സ്റ്റിച്ചുകളൊക്കെ ചേർത്ത് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഒരു പിക്ചറിൻ്റെ പടം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം. ഫസ്റ്റ് നമ്മളൊരു ബാക്ക് സ്റ്റിച്ചാണ് തുന്നുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ബട്ടൺ ഹോള് ചെയ്യുന്നത്. കണ്ടത് ഇതുപോലെ എല്ലാ നൂലിൻ്റെ ഇടയിൽ കൂടെയും കയറ്റി ഇതുപോലെ പതിയെ വലിച്ചെടുക്കുക. ഇനി ഇതുപോലെ ഇത് നമുക്കൊന്ന് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മളിത് ഫുള്ള് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ തുന്നി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നും സൂചി നേരെ താഴോട്ടേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം നമ്മൾ തുന്നി മിററിന് ചുറ്റും ഇതുപോലെ താഴോട്ട് സൂചി കുത്തി പുറത്തേക്ക് വലിച്ച് സാധാ കെട്ടിടും പോലെ തന്നെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ സ്റ്റിച്ച്. അടിപൊളിയായിട്ടുള്ള ഒരു മിറർ സ്റ്റിച്ച് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ബട്ടൺ ഹോൾ വെച്ച് സ്റ്റിച്ച് ചെയ്തേക്കണ ഒരു ഫ്ലവറും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ പല സ്റ്റിച്ചുകളും ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റിച്ചിന് നമുക്ക് അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള പല സ്റ്റിച്ചായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.